കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാല് 22/9/2024 രാത്രി ഏകദേശം 9:30 റാന്നി പോസ്റ്റ് ഓഫീസിനും അല്ലെങ്കിൽ നമ്മുടെ റാന്നി വില്ലേജ് ഓഫീസിന് സമീപത്തായിട്ട് അതിന്റെ എതിർ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ 2ാം നിലയില് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു അതിഥി തൊഴിലാളിയുടെ റൂമില് ഒരു പൊട്ടിത്തെറി നടന്നു. ഒരു ഏകദേശം വലിയൊരു പൊട്ടിത്തെറി എന്നാണ് സമീപവാസികൾ പറഞ്ഞിരുന്നത്. പോലീസ് നമ്മുടെ കൃത്യസമയത്ത് എത്തുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ മുറിയിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നുണ്ടായ അപകടമാണ് എന്നതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഇയാളുടെ ശരീരത്തിൽ നല്ലവണ്ണം പൊള്ളലേറ്റിട്ടുണ്ട്. അയാൾ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിലാണ്. അദ്ദേഹത്തിന്റെ ആ മുറിയാണ് കാണുന്നത്. അവിടെ ഈ മുറിയിലാണ് ആ പൊട്ടിത്തെറി ഉണ്ടായത്. അത് റോഡിൽ നിന്ന് 2ാമത്തെ നിലയാണ്. സാധനങ്ങളൊക്കെ അത് ചിന്തിച്ചിതറി കിടക്കുന്നു. അത് കേരളക്കാരനല്ല പുള്ളി. അയാൾ കിടന്ന കട്ടില് ഇതൊക്കെ കരിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ ഗ്ലാസുകൾ മുഴുവൻ ഇതിന്റെ ഈ ഫോഴ്സ് കൊണ്ട് പൊട്ടി തെറിച്ച് പോയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള കടകളിൽ അവര് സൂക്ഷിച്ചിരുന്ന സാധനങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ട്. എന്താ താഴെ കാണുന്ന ആ കടയുടെ ഗ്ലാസ് ആണ്. അത് മൊത്തവും ഈ പൊട്ടിത്തെറിയില് ചിന്ന ഭിന്നമായിട്ട് അവിടെ കിടപ്പുണ്ട്. അത്ര നല്ലൊരു പൊട്ടിത്തെറിയാണ് ഇവിടെ നടന്നത്. ആ ഗ്യാസ് കൊണ്ടായാലും ഈ കടയുടെ ഗ്ലാസ് ആണ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. ഈ കടയൊക്കെ 2 ഷട്ടറുള്ള കടയാണ് അദ്ദേഹത്തിന്റെ. ഫോൺ വിളിക്കുന്ന അച്ചാന്റെ കടയാണത്. ആ 2 ഷട്ടറുണ്ട്. ആ 2 ഷട്ടറിലെയും ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ് പൂർണ്ണമായിട്ട് തകർന്ന നിലയിലാണ്. കണ്ടില്ലേ, എല്ലാ ഗ്ലാസും തകർന്ന് കിടക്കുകയാണ് അവിടെ. അടുത്ത ഷട്ടറാണിത്. അത് തുറന്നിട്ടില്ല. ഇദ്ദേഹം രാവിലെ വന്നപ്പോഴാണ് കണ്ടത്. അത് തുറക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു അത് തുറക്കണ്ട, കാരണം ഗ്ലാസ് അകത്ത് പൊട്ടിയിരിക്കുകയാണ്, അതെല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് വീണ് അദ്ദേഹത്തിന്റെ ദേഹത്തോടെ നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഈ കടയുടെ അടുത്ത ബിൽഡിങ്ങില് ഉള്ള 2ാമത്തെ നിലയിലാണ് ആ ഗ്യാസ് പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫോഴ്സിലാണ് ഈ ഗ്ലാസ് എല്ലാം തവിട് പൊടിയായി പോയത്. ചൈന വളരെ വിഷമത്തിലാണ്. ഫ്രണ്ട് വശത്തെ ഗ്ലാസ് എല്ലാം തകർന്ന് തരിപ്പണമായ ആ കടയുടെ പേരാണ് നമ്മൾ ആ കാണുന്നത്. ഇത് കടയുടെ ആദ്യത്തെ ഷട്ടറാണ്. കഴിഞ്ഞ വീഡിയോസിനകത്ത് അത് വ്യക്തമായി കണ്ടതാണ്. സ്പോർട്സിന്റെ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങൾ, ട്രോഫി സഹിതമുള്ള എല്ലാ ഐറ്റംസും വിൽക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ കടയാണ്. ഒരു സാധുവായ ഒരു അച്ചാന്റെ കടയാണ് ആ കണ്ടത്. അതിന്റെ ഗ്ലാസൊക്കെ തകർന്ന് തരിപ്പണമായി കിട്ടിയിരിക്കുകയാണ്. അതിന്റെ അടുത്ത ഡോറ് അത് തുറക്കാൻ പറ്റത്തില്ല. തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസൊക്കെ പൊട്ടി നിൽക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ വീഴും. രാവിലെ ഇവിടെ ഒരുപാട് ആൾക്കാര് തമ്പടിച്ചിരുന്നു. അത് കാണുന്നത് റാന്നി പോസ്റ്റ് ഓഫീസാണ്. അതിന്റെ സമീപത്തായിട്ടാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിന്റെ അടുത്ത ബിൽഡിങ്ങിന്റെ മുകൾ വശത്തുള്ള ഒരു മുറിയിലാണ് അന്യസംസ്ഥാന തൊഴിലാളി താമസിച്ചിരുന്നത്. ആ കാണുന്ന ആ മുറിയിലാണ് അന്യസംസ്ഥാന തൊഴിലാളി താമസിച്ചതും ഗ്യാസിൽ നിന്നും അയാളുടെ അശ്രദ്ധ കാരണം ഈ അപകടം വന്നിരിക്കുന്നു എന്നതുമാണ് നമുക്കിവിടെ ഇപ്പോൾ പറഞ്ഞു. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഗ്യാസ് സിലിണ്ടറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോലീസുകാരെ എടുത്തിട്ടുണ്ട്. ആ റൂമിന്റെ കതക് വളരെ ദൂരേക്ക് അല്ലെങ്കിൽ റോഡിന്റെ ഓപ്പോസിറ്റിലേക്ക് തെറിച്ചു പോയിരുന്നു. അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തുകയും പൊള്ളലേറ്റ ആളെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ബാക്കിയുള്ള പ്രാരംഭ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്.